സ്കോറിയുടെ ലൈറ്റിംഗ് ടിപ്സിലോട്ട് സ്വാഗതം. ശരിക്ക് സോളാർ ലൈറ്റ് ലാഭകരമാണോ? നമ്മൾ ഒരു സോളാറിന്റെ സ്ട്രീറ്റ് ലൈറ്റ് അല്ലെങ്കിൽ ഫ്ലഡ് ലൈറ്റ് അതല്ലെങ്കിൽ വാൾ ലൈറ്റ് പോലത്തെ സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവെക്കുന്ന സമയത്ത് നമുക്ക് ആ ഇനീഷ്യൽ കോസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ. ഒരു ലൈറ്റ് നമ്മൾ വാങ്ങി നോർമലി ഇലക്ട്രിസിറ്റി ബില്ലും ബാക്കിയുള്ള സംഭവങ്ങളും എല്ലാം കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ മാസവും നമ്മൾ അതിന്റെ ബില്ല് അടച്ചുകൊണ്ടിരിക്കണം. സോളാർ ലൈറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ആ ഫസ്റ്റ് വാങ്ങുമ്പോൾ ഉള്ള ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടോട്ടലി ഫ്രീ ആണ്. നമ്മൾ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സർവീസ് ഓഫർ ചെയ്യുന്ന കമ്പനികളുടെ സാധനങ്ങൾ മാത്രം വാങ്ങുക. അങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായും ഇത് ലാഭകരമാണ്. നമ്മൾ കറണ്ട് ബില്ലിനെ കുറിച്ച് നമുക്ക് പേടിക്കേ വേണ്ട. അതുപോലെ തന്നെ കണക്ഷൻ ഇല്ലാത്ത ഏത് സ്ഥലത്തും നമുക്കത് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. നമുക്ക് സൂര്യപ്രകാശം കിട്ടണം എന്നുള്ള ഒരു ഫാക്ടർ ഒഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ പാനൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വൃത്തിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം സ്റ്റോറേജും ഇതിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കാരണം സൂര്യപ്രകാശത്തിൽ നിന്നും ആണ് ഇതിന്റെ ബാറ്ററിയിലോട്ടുള്ള സ്റ്റോറേജ് വരുന്നത്. അപ്പോൾ നമ്മുടെ പാനലുകൾ നമ്മൾ നന്നായിട്ട് ക്ലീൻ ആയിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ മാക്സിമം പ്രൊഡക്ഷൻ നടക്കും. അതിലൂടെ നമുക്ക് മാക്സിമം സേവ് ചെയ്ത് വെക്കാനും പറ്റും. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ താഴെ കാണുന്ന നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ടീം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും.